ഹലോ, മൈസെൽഫ് സി ആഷിഫ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, എനിക്കറിയാം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, സ്റ്റഡി മെറ്റീരിയൽ ന്യൂ സ്കീം ഫൈനൽ. അതിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജുഡീഷ്യൽ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട്. ആക്ച്വലി ഇത് സെപ്റ്റംബർ 25 വരാൻ പോകുന്ന സെപ്റ്റംബർ 25 ഫൈനൽ എക്സാമിനേഷന് ഇൻകം ടാക്സിൽ ഒരു 5 കേസ് ലോ തന്നിട്ടുണ്ട്. അതായത് ഈ എക്സാമിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുള്ള 5 കേസ് ലോസ് ആണ്. അപ്പോൾ ആ കേസ് ലോസ് ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക അതിൽ ഫസ്റ്റ് കേസ് ലോ ആയിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കേസ് ലോ ആണ്. പ്രത്യേകിച്ച് കേരളീയർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മലയാളി എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് ലോ ആണത്. അപ്പോൾ നമുക്ക് ആ കേസ് ലോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ, ജുഡീഷ്യൽ അപ്ഡേറ്റ്. ഈ ഒരു ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അതിലോട്ട് പോകുന്നുണ്ടാവും. ജുഡീഷ്യൽ അപ്ഡേറ്റ് ഫോർ സെപ്റ്റംബർ 2025 examination paper for direct tax laws and international taxation. അതിലെ ഫസ്റ്റത്തെ കേസ് ലോ PCIT and another വേഴ്സസ് ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് 2025. അതുകൊണ്ടാണ് ഇപ്പോൾ അത് അമെൻമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ജുഡീഷ്യൽ അപ്ഡേറ്റ് ആയിട്ട് സെപ്റ്റംബർ 2025 എക്സാമിനേഷന് തന്നെ ഇത് വരുന്നുണ്ടാവുക അല്ലേ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതാണ്, ജുഡീഷ്യൽ അപ്ഡേറ്റ് ഫോർ സെപ്റ്റംബർ 2025 എക്സാമിനേഷൻ CA ഫൈനലിൻ്റെ. അതിൽ ഡയറക്റ്റ് ടാക്സ് ലോ ആൻഡ് ഇൻ്റർനാഷണൽ ടാക്സേഷൻ എന്ന ഭാഗത്തെ ഫസ്റ്റ് കേസ് ലോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. PCIT and another ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് 2025 472 ITR 616. അപ്പോൾ എങ്ങനെയാണ് ഇത് മലയാളികൾക്ക് സുപരിചിതമാവുക എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കേസ് ലോ ഇവിടെ ഫുള്ളായിട്ട് ഞാനൊന്ന് വായിച്ചിട്ട് ഇതൊന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഷോർട്ട് ആകുന്ന ആ ഒരു വേർഷനായിരിക്കും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ. സോ വാട്ട് ആർ ദ ജുഡീഷ്യൽ അപ്ഡേറ്റ്സ് എന്തായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ഫൈനൽ പഠിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും അറിയാം. ജുഡീഷ്യൽ അപ്ഡേറ്റ് റിഫേഴ്സ് ടു ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോർട്ട് ഡിസിഷൻസ് ആണ് അല്ലേ. ഇമ്പോർട്ടൻറ്റ് കോർട്ട് ഡിസിഷൻ ദാറ്റ് ഇന്റർപ്രറ്റ് ടാക്സ് ലോസ് ആൻഡ് ഇമ്പാക്ട് ലീഗൽ ആൻഡ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അപ്പോൾ CA ഫൈനൽ പഠിക്കുന്ന ഒരു കുട്ടി എന്തായിരിക്കും ഇത് പഠിക്കുന്നുണ്ടാവുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമ്മൾ ഈ ടാക്സ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ടാക്സിലെ ഒരു മെയിൻ പാർട്ട് തന്നെയാണ് അതിലെ കേസ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സ് അറിഞ്ഞിരിക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജുഡീഷ്യൽ ഡിസിഷൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വൈ ഇസ് ദ സ്റ്റഡി റിക്വയർമെൻറ്റ് ഓഫ് ജുഡീഷ്യൽ അപ്ഡേറ്റ് ഫോർ സെപ്റ്റംബർ 2025 എക്സാമിനേഷൻ? നമുക്ക് അറിയുന്നത് പോലെ തന്നെ കറണ്ട് ലീഗൽ പൊസിഷൻ്റെ ഒരു അവയർനെസ് ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്, ദെൻ റിഫ്ലക്ട് ഹൗ കോർട്ട്സ് ഇന്റർപ്രറ്റ് ദ കീ ടാക്സ് പ്രൊവിഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആമുഖമായിട്ട് പറയുന്നു എന്നുള്ളൂ. നമ്മൾ കേസിലോട്ട് പെട്ടെന്ന് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസ് പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് ആൻഡ് അനദർ വേഴ്സസ് ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ ഒരു പേര് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ഒരു പേര് കേട്ടിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് പോകുമ്പോൾ അത് മനസ്സിലാവും എന്താണ് ഈ കേസ് എന്നുള്ളത്. കേസ് ഇത്രയാണ്, ഇഷ്യൂ ഇത്രയാണ്: ഡെറ്റ്സ് റിഡക്ഷൻ ഇൻ ഷെയർ ക്യാപിറ്റൽ വിത്ത് നോ ചേഞ്ച് ഇൻ ഫേസ് വാല്യൂ ഓർ ഓണർഷിപ്പ് ക്വാളിഫൈ ആസ് എ ട്രാൻസ്ഫർ അണ്ടർ സെക്ഷൻ 247. ഇപ്പോൾ ട്രാൻസ്ഫറിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ. ക്യാപിറ്റൽ ഗെയിൻ ട്രാൻസ്ഫറിന്റെ ഡെഫിനിഷൻ ഓർത്തോളണം. അപ്പോൾ അതിൽ പറയുന്നു ഷെയർ ക്യാപിറ്റലിന്റെ റിഡക്ഷൻ ഇൻ ഷെയർ ക്യാപിറ്റൽ എങ്ങനത്തെയാണ്? നോ ചേഞ്ച് ഇൻ ഫേസ് വാല്യൂ ഓർ ഓണർഷിപ്പ്. ഓണർഷിപ്പിൽ ചേഞ്ച് ഉണ്ടോ? ഇല്ല. സെയിം പെർസെൻറ്റേജ്, നേരത്തെ എത്രയാണോ പെർസെൻറ്റേജ് ഓണർഷിപ്പിൽ ഉണ്ടായിരുന്നു അതേ പെർസെൻറ്റേജ് തന്നെയാണ് ഇപ്പോഴും. ഫേസ് വാല്യൂവിൽ ഡിഫറൻസ് ഉണ്ടോ? 10 രൂപയുടെ ഷെയർ 1 രൂപയായിട്ടുണ്ടോ? ഇല്ല. 100 രൂപയുടെ ഷെയർ 10 രൂപയായിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു കേസിൽ അത് ട്രാൻസ്ഫർ ആയിട്ട് എടുക്കൂലേ എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു കേസ് ലോയിലെ ഇഷ്യൂ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇഷ്യൂ ശരിക്കും ഇങ്ങനെ എടുക്കും എന്നും ട്രാൻസ്ഫർ ആണ് എന്നുള്ളതും എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ക്യാപിറ്റൽ ലോസ് ഉണ്ടാവുന്നുണ്ട്. ആ ക്യാപിറ്റൽ ലോസ് ആര് ക്ലെയിം ചെയ്തു? അസസി ക്ലെയിം ചെയ്തു. ആരാണ് ഇവിടെ അസസി? ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അത് പിന്നെ കമ്മീഷണർ എന്ത് ചെയ്തു? ചാലഞ്ച് ചെയ്തു. ഇറ്റാറ്റും അതുപോലെ തന്നെ ഹൈക്കോർട്ടൊക്കെ അസസിക്ക് ഫേവറായിട്ട് തന്നെയാണ് അത് വിധിച്ചിട്ടുണ്ടായിരുന്നത്. അഗൈൻ ഡിപ്പാർട്ട്മെന്റ് സുപ്രീം കോർട്ട് പോയി. പക്ഷേ സുപ്രീം കോർട്ടിലും ഉള്ള ഡിസിഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതൊരു സുപ്രീം കോർട്ട് വന്ന റൂളിംഗ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്ന് ഈ കമ്പനി തന്നെയാണ്, ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇവിടെ അസസി. ഇവർ വേറെ മറ്റൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കമ്പനി ഏതാണെന്നറിയോ? ആ കമ്പനി ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഏതാണ്? ഏഷ്യാനെറ്റ് ന്യൂസ് നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അത് നമ്മുടെ കേസ് ലോയിൽ ആ ഒരു പേര് പറയുന്നില്ല, പക്ഷെ നമുക്ക് അറിയാം ഏത് കമ്പനിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണെന്നുള്ള. നമ്മൾ കൂടുതൽ അതിന് നോക്കിയപ്പോൾ കണ്ടതാണ്. ഏതാണ്? ഏഷ്യാനെറ്റ് ന്യൂസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ദെൻ ഈ ജുപ്പിറ്റർ
ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് ദ ഫൗണ്ടർ ആരാണെന്നറിയോ? അത് നമുക്ക് വളരെ പരിചിതനാണ്. ആരാണ്? രാജീവ് ചന്ദ്രശേഖരൻ അല്ലേ, നമ്മുടെ ഇപ്പോഴത്തെ BJPയുടെ അല്ലെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ രാജീവ് ചന്ദ്രശേഖരൻ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനാണ് ഫൗണ്ടർ ഓഫ് SSC കമ്പനി. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വെച്ച് നമുക്ക് കുറച്ചും കൂടെ മലയാളീസിന് കുറച്ചും കൂടെ എന്താണ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേസിലാണ് ഇവിടെ സംഭവിച്ചുള്ള. ഇത്രയാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ 99.88% ഷെയർസും ഏത് കമ്പനിയാണ് ഓൺ ചെയ്യുന്നതെന്ന് അറിയോ? ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഫൗണ്ടർ ആരാണ്? ജുപ്പിറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനി ആരാണ്? രാജീവ് ചന്ദ്രശേഖരനാണ്. അപ്പോൾ ഈ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? ഏഷ്യാനെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏഷ്യാനെറ്റ് എന്ത് ചെയ്തു? ലോസ് ഇൻകർ ചെയ്തു. ഏഷ്യാനെറ്റിന് ഭയങ്കര ലോസായി. അവരെന്ത് ചെയ്തു? ബോംബെ ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാപിറ്റൽ റിഡക്ഷൻ. നമുക്കറിയാം ക്യാപിറ്റൽ റിഡക്ഷൻ നടക്കണമെങ്കിൽ ഹൈക്കോർട്ടിന്റെ ഉത്തരവും കാര്യങ്ങളൊക്കെ വേണം, പ്രത്യേക പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം, എന്നാൽ മാത്രമേ ക്യാപിറ്റൽ റിഡക്ഷൻ നടക്കുള്ളൂ. അങ്ങനെ എന്ത് ചെയ്തു? ബോംബെ ഹൈക്കോർട്ട് അപ്രൂവ് ചെയ്തു. 15.35 crore ഷെയർസ് എന്നുള്ള നമ്പർ ഓഫ് ഷെയർസ് എന്തായി? നേരെ 10,000 ഷെയർസ് ആയിട്ട് കുറച്ചു കൊടുത്തു. അതായത് റിഡക്ഷൻ, ക്യാപിറ്റലിന്റെ റിഡക്ഷൻ സംഭവിച്ചത് നേരത്തെ ഇത്ര ഉണ്ടായിരുന്നു, 15.35 crores നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടെങ്കിൽ അതിപ്പോൾ എത്രയായി? 10,000 ഷെയർസ് ആയി ടോട്ടൽ കമ്പനിയുടെ ഷെയർസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും 99.88% ഏത് കമ്പനിയാണ് ഹോൾഡ് ചെയ്യുന്നത്? ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള കമ്പനിയാണ്. അപ്പോൾ ഓർത്തോക്ക്, ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ഇവിടെ SSC. ഈ ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഏഷ്യാനെറ്റിലെ 99.88% ഓഫ് ഷെയർസും ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ ഏഷ്യാനെറ്റ് എന്ത് ചെയ്തു? ലോസ് വന്നു. ഈ ഏഷ്യാനെറ്റ് ലോസ് ഇൻകർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ബോംബെ ഹൈക്കോർട്ടിൽ പോയിട്ട് ക്യാപിറ്റൽ റിഡക്ഷന് വേണ്ടിയിട്ട് ഫയൽ ചെയ്തു. അപ്രൂവലിന് പോയി, അപ്രൂവൽ കിട്ടി. അങ്ങനെ 15.35 crores ഷെയർസ് എത്രയായിട്ട് കുറഞ്ഞു? ടോട്ടലി 10,000 ഷെയർസ് ആയിട്ട് കുറഞ്ഞു. ഈ ഷെയർസ് 99.88% ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആരുടെ കമ്പനിയാണ്? ആരാണ് ഫൗണ്ടർ? രാജീവ് ചന്ദ്രശേഖരൻ ഫൗണ്ടർ ആയിട്ടുള്ള ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് 9988 ഷെയർ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഷെയർസിൽ നിന്നും എത്രയായിട്ട് കുറഞ്ഞു? 9988 ഷെയർസ് ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഈ ഒരു അല്ലേ വലിയൊരു ഷെയർസ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ വളരെ എമൗണ്ട് കുറഞ്ഞിട്ട്, അപ്പോൾ അതിന് കോമ്പൻസേഷൻ ആയിട്ട് 3.17 crore കോമ്പൻസേഷൻ ആയിട്ട് ആര് കൊടുത്തു? ഏഷ്യാനെറ്റ് ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡിന് 3.17 crores ക്യാഷ് കൊടുത്തു, അല്ലെങ്കിൽ എമൗണ്ട് കൊടുത്തു. അതാണ് അവർക്ക് കിട്ടിയ കോമ്പൻസേഷൻ. ആർക്ക് കിട്ടിയ കോമ്പൻസേഷൻ ആണ്? ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡിന് കിട്ടിയ കോമ്പൻസേഷൻ ആണ്. ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നമ്മുടെ SSC എന്ന് പറയുന്നത്. ആരുടെ ഷെയർസ് ആണ്? ഏഷ്യാനെറ്റിന്റെ ഷെയർസ് ആണ് ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 99.88% ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെയാണ് ഹോൾഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ക്യാപിറ്റൽ റിഡക്ഷൻ സംഭവിച്ചു ത്രൂ ദ അപ്രൂവൽ ഓഫ് ഹൈക്കോർട്ട്. അപ്പോൾ അവർക്ക് അവരുടെ ഷെയർസ് ഭയങ്കര ഒരു സബ്സ്റ്റാൻഷ്യൽ റിഡക്ഷൻ അവരുടെ നമ്പർ ഓഫ് ഷെയർസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റിഡക്ഷൻ വന്നത് കൊണ്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അവർക്ക് ഒരു കോമ്പൻസേഷൻ കൊടുത്തു ഏഷ്യാനെറ്റ്. അത് എത്രയാണ്? 3.17 crore. അപ്പോൾ ഇവരെന്ത് ചെയ്തു? SSC എന്ത് ചെയ്തു? ഇവരുടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസയും ഇതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. ഈ ലോസ് റിട്ടേണിൽ ക്ലെയിം ചെയ്തു. ജുപ്പിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ റിട്ടേണിൽ അത് ക്ലെയിം ചെയ്തിട്ടുണ്ടാവും. അതാണല്ലോ SSC. അപ്പോൾ അവരുടെ മറ്റു പ്രോഫിറ്റുകളുമായിട്ടൊക്കെ അത് സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കേസുകൾ പറയുന്നില്ല. അപ്പോൾ നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൽ പോകുന്നില്ല. അവരെന്ത് ചെയ്തു? ഇത് ക്ലെയിംഡ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് അല്ലെ, ഹ്യൂജ് ലോസ് ഉണ്ടാവും. ലോസിന്റെ കമ്പ്യൂട്ടേഷനിലോട്ട് ഞാനൊന്നും ഇപ്പോൾ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ക്ലെയിംഡ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് AO CIT അപ്പീൽ അത് ഡിനേ, അസിംഗ് ഓഫീസർ ഡിനേ ചെയ്തു. CIT അപ്പീൽ ഡിനേ ചെയ്തു. അവർ ഇത് ട്രാൻസ്ഫർ, അവർ പറഞ്ഞത് ഇത് ട്രാൻസ്ഫർ അല്ല എന്നാണ്. അവരെന്താ പറഞ്ഞത്? ഇത് ട്രാൻസ്ഫർ അല്ല. ട്രാൻസ്ഫർ നടന്നാലേ എന്താവുള്ളൂ? അവിടെ ക്യാപിറ്റൽ ഗെയിനോ ലോസോ വരുള്ളൂ. അതുകൊണ്ട് ഇവിടെ ട്രാൻസ്ഫർ അല്ല എന്നാണ് അവർ പറഞ്ഞത്. ബട്ട് ട്രിബ്യൂണൽ ഹൈക്കോർട്ട് അലൗഡ് ദ ക്ലെയിം. പക്ഷേ ട്രൈബ്യൂണലിലും അതുപോലെ തന്നെ ഹൈക്കോർട്ടിലും ആക്ച്വലി ഈ ക്ലെയിം അലോ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇവർക്ക് സുപ്രീം കോർട്ട് പോകാനേ ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ സുപ്രീം കോർട്ട് പോയി. സുപ്രീം കോർട്ട് എന്താണ്? സുപ്രീം കോർട്ട് അനാലിസിസ് എന്തായിരുന്നു? സെക്ഷൻ 247 ഇൻക്ലൂഡ്സ് അല്ലേ, നമുക്ക് ആ ഡെഫിനിഷനിൽ കറക്റ്റായിട്ട് പറയാൻ പറ്റും. സെയില്, റിലിംഗ്വിഷ്മെന്റ്, എക്സ്റ്റിംഗ്വിഷ്മെന്റ് എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. സെയില് മാത്രമാണോ ട്രാൻസ്ഫർ? അല്ല, എക്സ്റ്റിംഗ്വിഷ്മെന്റും ട്രാൻസ്ഫർ ആണ് അല്ലേ. നമുക്കൊരു ഷെയർസ്, ഒരു റൈറ്റ് കുറയുന്നതും ഒരു റൈറ്റ് ഇല്ലാതാവുന്നതും എല്ലാം ട്രാൻസ്ഫർ ആണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ IPCC മുതൽ പഠിക്കുന്നുണ്ട്, ഇന്റർ മുതൽ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സെക്ഷൻ 247 ഇൻക്ലൂഡ്സ് എക്സ്റ്റിംഗ്വിഷ്മെന്റ് ഓഫ് റൈറ്റ് ആസ് എ ട്രാൻസ്ഫർ. അതുകൊണ്ട് തന്നെ റിഡക്ഷൻ ഇൻ നമ്പർ ഓഫ് ഷെയർസ് ഒരു ലോസ് ഓഫ് റൈറ്റ്സ് തന്നെയാണ്. പിന്നെ അവർ കാർത്തികേയ വേഴ്സസ് സാറാഭായ് റൂളിങ്ങിലോട്ട് റെഫറും ചെയ്തു. ആ കേസിലോട്ട് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല.
അപ്പോൾ ഈ ഒരു കേസിലോട്ട് അവർ റെഫറും ചെയ്തിട്ട് അവരുടെ ഫൈനൽ റൂളിംഗ് എന്തായിരുന്നു? സിമ്പിൾ കേസ് ലോ ആണ്. ക്യാപിറ്റൽ റിഡക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ആണ്. നമുക്ക് പഠിക്കാൻ ഇവിടെയാണ് ക്ലിയർ. ക്യാപിറ്റൽ റിഡക്ഷൻ എന്ത് തന്നെയാണ്? ട്രാൻസ്ഫർ അണ്ടർ സെക്ഷൻ 247 ആണ്. അതുകൊണ്ട് സുപ്രീം കോടതി പറഞ്ഞു ക്യാപിറ്റൽ ലോസ് അലോ ചെയ്യും. ഇത്രയേ ഉള്ളൂ കേസ് അല്ലേ? ഇത്രയേ ഉള്ളൂ കേസ്. വളരെ സിമ്പിളാണ്. നമുക്ക് വളരെ കൃത്യമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കേസിലാണ്. എന്തുകൊണ്ടാണ്? ഏഷ്യാനെറ്റ് നമുക്കറിയാവുന്നതാണ്. ജുപ്പിറ്റർ ക്യാപിറ്റൽ ലിമിറ്റഡിന്റെ ഫൗണ്ടർ ആരാ? രാജീവ് ചന്ദ്രശേഖരനാണ്. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചിട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഇത് ഓർത്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഒന്ന്, ക്യാപിറ്റൽ റിഡക്ഷൻ എന്താണ്? ക്യാപിറ്റൽ റിഡക്ഷൻ എക്സ്റ്റിങ്ക്വിഷ്മെന്റ് ഓഫ് റൈറ്റ് എന്നുള്ള രീതിയിൽ, ലോസ് ഓഫ് റൈറ്റ്സ് എന്നുള്ള രീതിയിൽ അത് ട്രാൻസ്ഫറിന്റെ ഡെഫിനിഷനിൽ വരികയും അതുവഴി എന്തെങ്കിലും ക്യാപിറ്റൽ ലോസ് ഉണ്ടെങ്കിൽ അത് അലൗഡുമാണ്. ഇത്രയാണ് ഈ ഒരു കേസ് ലോസിൽ നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റു കേസുകളും ഇതിൽ 5 കേസിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി കേസ് ലോസുകളും നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സെപ്റ്റംബർ 25 എക്സാമിനേഷന് എഴുതുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ അടുത്ത കേസ് ലോസുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. ബൈ. താങ്ക് യു.